ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കാണിക്കാൻ പോകുന്നത് പറഞ്ഞാൽ കല്യാണിയെ പൊന്നാട അണിയിക്കൽ ചടങ്ങാണ് ഫസ്റ്റ് നടക്കുന്നത്. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. രൂപയും ചന്ദ്രസേനനും ഒക്കെ നല്ല സന്തോഷത്തോടുകൂടി കാണുകയാണ്. അതിൻ്റെയൊക്കെ തന്നെ നമ്മളെ കിരണിന് സന്തോഷവും വിഷമവും ഒക്കെ ഉള്ള ഒരവസ്ഥയിലാണ് കാണുന്നത്. അപ്പോൾ അവിടുന്ന് അനൗൺസ് ചെയ്യാണ്, ഇവിടെ കൂടിക്കിടക്കുന്ന എല്ലാവർക്കും ഒരു നല്ല അഭിമാനമാണിത്. അതായത് എന്ന് പറഞ്ഞാൽ തൊഴുത്തിക്കിടന്ന ഒരു ബാല്യം കല്യാണിക്ക് ഉണ്ടായിരുന്നു. ആ ദുരിത ദുഃഖ ജീവിതത്തിൽ നിന്നും ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരാളായി തീർന്നിരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രകാശന് വല്ലാതൊരു ഒരു ഇറിറ്റേഷൻ ഉണ്ടാകുന്നുണ്ട്. അമ്മുമ്മയും അതുപോലെ തന്നെ. കാർത്തിക ചിരിക്കുകയാണ്. നമ്മൾ മലയാളികൾക്ക് ഒരു അംഗീകാരം കൂടിയാണ് ഈ കല്യാണി. കുറച്ച് നാൾ മുമ്പ് വരെ സംസാരിക്കാതിരുന്ന കല്യാണി ഇനി നമ്മുടെ മുമ്പിൽ എന്താണ് പറയാൻ പോകുന്നത് എന്ന് നമുക്ക് കേൾക്കാം. പ്ലീസ് വെൽക്കം കല്യാണി. കല്യാണി ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് പറഞ്ഞ് എല്ലാവരോടും പറയുകയാണ്. അതായത് കഴിഞ്ഞു പോയ ബാല്യത്തിലെ കാര്യങ്ങളാണ് കല്യാണി പറയുന്നത്. പിന്നെ എനിക്ക് അധികമൊന്നും സംസാരിക്കാനില്ല. അതായത് കുറച്ച് കാര്യങ്ങളെ പറയാനുള്ളൂ. അതും എനിക്ക് ഭാഷയൊന്നും അത്ര വശമായിട്ടില്ല. അപ്പോൾ ഞാൻ മലയാളത്തിൽ തന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ് മലയാളത്തിൽ തന്നെ പറയാണ്. ലാംഗ്വേജ് ഒന്നും വശമില്ല. അന്ന് എൻ്റെ രക്ഷയ്ക്കെത്തിയത് ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളും ഞാൻ ദൈവത്തെ പോലെ കാണുന്ന എൻ്റെ അമ്മയുമാണ്. അപ്പോൾ കിരൺ സന്തോഷത്തോടെ അമ്മയെ നോക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെ അമ്മൂമ്മ പ്രകാശനെയും നോക്കുന്നുണ്ട് ആ ഒരു വാക്ക് കേട്ടിട്ട്. അപ്പോൾ അവൾ പറയുകയാണ് വീണ്ടും, അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരാൾ പിന്നെ കടന്നു വന്നു. എന്നെ കൈപിടിച്ച് ഉയർത്തിയ, എന്നെ ഇന്ന് ഈ നിലയിൽ എത്തിച്ച എൻ്റെ ഭർത്താവ്, എൻ്റെ കിരണേട്ടൻ. അത് കേട്ട് അമ്മൂമ്മ പറയാണ്, ഇവൻ കഞ്ഞിവെള്ളം കൊടുക്കുമ്പോൾ അതിൻ്റെ അടുത്ത് ബറ്റിട്ട് കൊടുക്കുന്നത് ഞാനായിരുന്നു. എന്നിട്ട് അവൾ എൻ്റെ പേര് പറഞ്ഞു നോക്ക്. അപ്പോൾ കാർത്തിക പെട്ടെന്ന് ചോദിക്കുകയാണ്, ഓ അത് ശരി, അപ്പോൾ അവൾക്ക് കഞ്ഞിവെള്ളമാണോ കൊടുത്തുകൊണ്ടിരുന്നത്? അപ്പോൾ പ്രകാശം പറയാണ്, എൻ്റെ മോളെ കഞ്ഞിവെള്ളം കൊടുത്തുകൊണ്ടിരുന്നു, അത് അവൾക്കല്ല, എൻ്റെ മോന്. പറഞ്ഞു കൊടുക്കാമേ. എൻ്റെ മോൻ വെറും കഞ്ഞിവെള്ളം കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൾക്ക് മീനിൻ്റെ നടുക്കണ്ടം വെട്ടി കൊടുക്കുമായിരുന്നു. ഒരു ഉളുപ്പുമില്ലാതെ ആർത്തിയോടെ അത് കഴിക്കുന്നതും കണ്ടിട്ടുണ്ട് അല്ലമ്മേ. പിന്നെ അതൊക്കെ അന്ധകാലം, പറഞ്ഞിട്ടെന്താ കാര്യം? അപ്പോൾ കാർത്തിക പറയാണ്, അല്പൻ ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിയും കുടപിടിക്കും എന്ന് കേട്ടിട്ടില്ലേ അച്ഛാ? അങ്ങനെ കരുതിയാൽ മതി അച്ഛാ. അങ്ങനെ തന്നെ. അമ്മുമ്മയും പറയാണ്, അങ്ങനെ തന്നെ. അപ്പോൾ പ്രകാശൻ, അങ്ങനെയേ കരുതുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ ഈ അവാർഡ് ഞാൻ എൻ്റെ കിരണേട്ടന് സമർപ്പിക്കുക. അത് കേട്ട് എല്ലാവരും കൈയടിക്കുകയാണ്. പ്രകാശൻ, അയ്യോ. കല്യാണി പറയാണ്, എൻ്റെ കിരണേട്ടൻ ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുന്നുണ്ടാവും. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. കാർത്തികയ്ക്ക് വീണ്ടും അവാർഡും അംഗീകാരമൊക്കെ കൊടുക്കുകയാണ്. അതൊക്കെ കണ്ട് ദേഷ്യത്തോടെ നമ്മളെ സരിയു TV ഓഫ് ചെയ്തളഞ്ഞു. അതേപോലെ തന്നെ പ്രകാശനും കാർത്തികയോട് പറയുകയാണ്, ഒന്ന് TV ഓഫ് ചെയ്യുമോളെ, എന്താ നടക്കുന്നത് നോക്കാം. എല്ലാവരും TV ഓഫ് ചെയ്തു. അപ്പോൾ കിരൺ പറയാണ് അമ്മയോട്, ഇന്നേതായാലും ആദർശിനെയും കുറച്ച് പേരെയൊക്കെ വിളിച്ച് എനിക്ക് ഒരു ട്രീറ്റ് കൊടുക്കണം. ദിശേ നീ കൂടെ പോരെ? ഞാനെപ്പോഴേ റെഡി. കിരൺ പിന്നെ അവളുടെ അമ്മയോട് പറയാണ്, അമ്മയ്ക്ക് അഭിമാനിക്കാം, അമ്മയില്ലെങ്കിൽ അവളില്ല. അത് തന്നെയാണ് മോനെ എനിക്കും പറയാനുള്ളത്. മോനില്ലെങ്കിൽ പിന്നെ അവൾ ഉണ്ടാവില്ല. ഇതൊന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല, സ്വപ്നം കണ്ടതുമല്ല. ഞാൻ കണ്ടതിലും ഒരുപാട് ഉയരങ്ങളിലാണ് എൻ്റെ മോള് എത്തിയത്. അതിൻ്റെ ആഘോഷം എൻ്റെ മനസ്സിലാണ് മോനെ നടക്കുന്നത്. ഇത് ദൈവം അവളുടെ അച്ഛനും അമ്മുമ്മയ്ക്കും ആങ്ങളയ്ക്കും ഒക്കെ നൽകിയ തിരിച്ചടിയാണ്. അവരും കണ്ടു കാണും ഇപ്പോൾ. അപ്പോൾ കിരൺ പറയാണ്, ചിലപ്പോൾ ഈ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് കണ്ട് TV ഓഫ് ചെയ്ത് കാണും. അതിനേ സാധ്യതയുള്ളൂ. ഏതായാലും ഞങ്ങളൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് കിരൺ കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ്. പിന്നെ നമ്മളെ റോണിയേട്ടനും നിഷയും സന്തോഷത്തോടെ കൈകോർത്ത് കിടക്കുകയാണ് കട്ടിലിൽ. എന്തിനാ മോളോ ഇങ്ങനെ വേദനിക്കുന്നേ? ഞാൻ പോയിട്ട് ഓണത്തിൻ്റെ അന്ന് ഉറപ്പായിട്ടും ഇങ്ങെത്തില്ലേ? എന്നാലും റോണിയേട്ടാ, ഒരു ദിവസം പോലും തികച്ചും ഇവിടെ നിന്നില്ലല്ലോ. മനഃപൂർവ്വമല്ലല്ലോ മോളോ, പെട്ടെന്നല്ലേ വിളി വരുന്നത്. അമേരിക്കയിൽ നിന്നും 2 സായിപ്പന്മാർ വന്നിട്ടുണ്ട്, അതും കോടികളുടെ ഇടപാടാ. മാമൻ്റെ മരണവും നമ്മുടെ വിവാഹവും നടന്നതുകൊണ്ട് പലതും മുടങ്ങിപ്പോയതാ മോളെ. ബിസിനസ്സും കുടുംബജീവിതവും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാറില്ല. ഇനി നിനക്ക് നല്ലൊരു ക്ലാസിൻ്റെ ആവശ്യമുണ്ട്. എത്ര ക്ലാസ് എടുത്താലും ഭർത്താവിൻ്റെ പ്രസൻസ് ഒരു പെൺകുട്ടിക്ക് വേണമെന്ന് തോന്നിയാൽ അത് കിട്ടണം. അത് ആർക്കായാലും അങ്ങനെ തന്നെയാണ്. അതാ കുഴപ്പം. ഭർത്താവ് ഏത് നേരം അടുത്ത് വേണം, അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുകയും വേണം. ഇത് രണ്ടും കൂടെ പറ്റുമോ? ടോണിയേട്ടൻ ആവശ്യത്തിലധികം സമ്പാദിച്ചില്ലേ?
ഇനി ഈ തിരക്കൊക്കെ ഓണത്തിനെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? എൻ്റെ മോളു ഓണം വരും പോവും, അതിലൊന്നും ഒരു കാര്യമില്ല. എത്ര ദിവസമാണ് ബിസിനസ്സിൽ നിന്ന് മാറിയെന്നറിയോ? പിന്നെ അത് കഴിഞ്ഞാൽ മോൾക്ക് പരാതി ഉണ്ടാവില്ലേ? അതെന്താ? എൻ്റെ MD കസേരയിൽ തന്നെയായിരിക്കും മോളെ ഞാൻ ഇരുത്തുന്നത്. ഇപ്പോൾ എനിക്ക് ഒരുപാട് അസിസ്റ്റൻറ്റ്സ് ഉണ്ട്. ഇനി മോള് മാത്രമേ കാണൂ എൻ്റെ APS ആയിട്ട്. എപ്പോഴാണ് റോണിയേട്ടാ അങ്ങോട്ട് പോകുന്നത്? ദേ ഇപ്പോൾ ഇവിടുത്തെ തിരക്ക് കഴിഞ്ഞാൽ ഉടൻ അങ്ങോട്ട് പോകും. പിന്നെ കള്ളന്മാരുടെ ശല്യം ഒരുപാടുള്ളതാ. സ്വർണ്ണമൊന്നും വീട്ടിൽ വെക്കരുത് കേട്ടോ. കുറച്ചൊക്കെ ഞാൻ ലോക്കറിൽ വെച്ചു. ഈ ലോക്കറിനെ ഒന്നും ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ബാങ്കിൽ വെക്കുന്നതായിരിക്കും സുരക്ഷിതം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെവിടെ വേണമെങ്കിലും റോണിയേട്ടൻ വെച്ചോ, ഞാനെല്ലാം അങ്ങോട്ട് തന്നേക്കാം. അയ്യോ, എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിതൊക്കെ ഇവിടെ വെച്ചിട്ട് അങ്ങ് പോകുമല്ലോ. പിന്നെ എന്നെങ്കിലും ഒരു സമയത്ത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഭദ്രമായിട്ടിരിക്കണ്ടേ? ശരി, റോണിയേട്ടൻ വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. ഓ മതി, എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ. അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അപ്പം മനസ്സിൽ ചിന്തിക്കുന്നത് അവിടെ ഒരുത്തി ഉറങ്ങാതെ കാത്തിരിക്കുന്നുണ്ടാവും. അവിടെ പോയി അവളുടെ പിണക്കം മാറ്റിയിട്ട് വേണം ഇവിടെ വന്നിട്ട് ഇവളുടെ പിണക്കം മാറ്റാൻ. അതെ, എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ. പിന്നെ കാണിക്കുന്നത് ഷാരിയെയാണ്. ഷാരി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് വിഷമത്തോടെ. എന്നിട്ട് മനസ്സിൽ പറയുകയാണ്, എൻ്റെ ഭഗവാനെ, അവൾ മരിക്കണമെന്ന് ഞാൻ നാഴികയ്ക്ക് 40 വട്ടം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അത് എൻ്റെ കൈകൊണ്ട് തന്നെ ആയല്ലോ. ഞാൻ ഒറ്റയ്ക്ക് ഇനി അവളെ എവിടെ കൊണ്ടുപോയി കളയും? മനു അവിടേക്ക് വരുമ്പോൾ ഷാരി ഉമ്മറത്തിരുന്ന് കരയാണ്. അപ്പോൾ ഷാരി കരയുന്നത് തന്നെ മനു നോക്കി നിൽക്കുകയാണ്. അവൻ അമ്മേ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ അവർ സാരി തുമ്പോണ്ട് കണ്ണൊക്കെ തുടക്കുകയാണ്. അമ്മ കരയായിരുന്നല്ലോ, എന്തു പറ്റി അമ്മേ? ഏയ് ഒന്നുമില്ല മോനെ. അങ്ങനെയൊന്നും പറയണ്ട, അമ്മയ്ക്ക് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ഏയ് ഒന്നുമില്ല മോനെ, ഞങ്ങൾ നേരത്തെ വന്നപ്പോഴും ചോദിച്ചതാണല്ലോ. അമ്മയെ എന്തെങ്കിലും ചെയ്തായിരുന്നോ അമ്മായിയച്ഛൻ? എന്നെയോ? എന്നെ എന്തെങ്കിലും ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ആ നേരത്തെ തലമണ്ടയ്ക്ക് അടിച്ചില്ലേ, അതുപോലെ തലക്കടിച്ചു കൊല്ലും. ചിലപ്പം ഞാൻ അയാളെ കൊന്നും ഇരിക്കും. അയാൾ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. എന്ത്? ഒന്നുമില്ല മോനെ. അപ്പം മനോഹർ എന്നെ ചിന്തിക്കുകയാണ്, എടാ മനോഹര, ഇവർക്കെന്തോ കാര്യമായ കുഴപ്പമുണ്ടല്ലോ. ചിലപ്പം ഇവരെ തളയ്ക്കാൻ ഒരു കാരണം കൂടി ഒത്തുകിട്ടും. മോനെന്താ ആലോചിക്കുന്നത്? അല്ല, അത് അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ആലോചിക്കായിരുന്നു. അമ്മേ, ഞാൻ അമ്മയുടെ മരുമോനല്ല, ഞാൻ അമ്മയുടെ മകനാണ്. അതുകൊണ്ട് സരയുവിനോടും അങ്കിളിനോടും പറയുന്നതിനേക്കാൾ മുമ്പേ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എന്നോട് പറയും. സരയുവിൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ ജീവൻ കളഞ്ഞിട്ടായാലും ഞാനത് ചെയ്തു തന്നിരിക്കും. ഇപ്പോൾ അച്ഛൻ എന്നോട് വെറുപ്പാണെങ്കിലും അച്ഛൻ്റെ കാര്യത്തിൽ തന്നെ എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഞാൻ നീരസമൊന്നും മനസ്സിൽ വെക്കത്തേയില്ല. അത് അമ്മയ്ക്കറിയാലോ. എനിക്കറിയാം മോനെ, നന്നായിട്ടറിയാം. നീ മാത്രമേ ഇനി ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉള്ളൂ എന്നും അറിയാം. പിന്നെ ഓരോരോ സമയദോഷത്തിന് ഓരോന്ന് സംഭവിക്കുമല്ലോ മോനെ. അല്ലമ്മേ, ഇപ്പോഴെന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചിട്ടില്ല. മോള് മുകളിലുണ്ട് മോനെ. ഓണായിട്ട് തിരക്കോട് തിരക്കാ. എങ്കിലും മോളുടെ അവസ്ഥ അറിയാവുന്നത് കൊണ്ടാണ് ഓടി വന്നത്. അത് നന്നായി മോനെ. മോളുടെ അച്ഛന് വട്ടാണെന്നറിയാലോ. എനിക്കും എന്തെങ്കിലും സംഭവിച്ചാൽ മോൻ അവളെ പൊന്നുപോലെ നോക്കും എന്നും എനിക്കറിയാം. എങ്കിലും അവളെയും അവൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും കരയിക്കാതെ നോക്കണേ മോനെ. ഇതൊന്നും എന്നോട് പറയല്ലേ അമ്മേ. ഇങ്ങനെ പറയുന്നതാണ് എനിക്ക് വിഷമം. അതുപോലെ എനിക്കറിയാം അമ്മയുടെ മനസ്സിൽ എന്തോ ഒരു ഭാരം കിടപ്പുണ്ട്. അതും അമ്മ പറയുന്നില്ല. അതും എനിക്ക് സങ്കടമായിട്ടുണ്ട്. എന്തായാലും ആലോചിച്ചിട്ട് പറയണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുക. എന്നോട് എന്ത് പറഞ്ഞാലും അതിന് പരിഹാരം ഉണ്ടായിരിക്കും. ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടും കാര്യമില്ല മോനെ. ഞാനിന്നൊരു കൊലയാളിയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയുടെ കൊലയാളി. അവർ തലക്കടിച്ചിട്ട് പറയാണ്, അയ്യോ അയ്യോ, ഞാൻ എന്തായി പറഞ്ഞേ? എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയെന്നോ? എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ ഞാനാ എന്ന് പറഞ്ഞ് ഷാരി നിലവിളിച്ച് കരയാണ്. ഞാൻ മാത്രമാണ് അവളുടെ അമ്മ. സരിയോ ബെഡിലിരുന്നിട്ട് ഫോണിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് മനോഹർ എത്തിയത്. മനു അവിടെ അവളുടെ അടുത്ത് പോയിരുന്നിട്ട് പറയാണ്, മോളുവിൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയേ? എനിക്കറിയില്ല മനുവേട്ടാ. അല്ല, ഞാനിങ്ങോട്ട് വരുമ്പോൾ ഭയങ്കരമായിട്ട് കരയായിരുന്നു. നേരത്തെയും കരയുന്നുണ്ടായിരുന്നു. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചിട്ട് പറയുന്നുമില്ല. ഇനിയിപ്പോൾ മോളുടെ അച്ഛൻ നോർമലായപ്പോൾ അമ്മ അബ്നോർമൽ ആവുകയാണോ? അച്ഛൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ് അമ്മയെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അമ്മ ഇന്നലെ വരെ ഇങ്ങനെ സെൻറ്റിമെൻ്റൽ ആയിട്ടില്ല. ഇന്നാണ് അമ്മ ഇത്രയും സങ്കടപ്പെട്ട് കാണുന്നത്.
അറിയൂ പറയാണ്. ഓണമൊക്കെ ആയപ്പോൾ അമ്മയ്ക്ക് സങ്കടം കൂട്ടിക്കാണും. കഴിഞ്ഞ ഓണത്തിന് കുറച്ചുകൂടി മെച്ചപ്പെട്ടുകൊണ്ടല്ലേ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. എന്ന് മാത്രമല്ല, ആൻറ്റിയുടെ വീട്ടിലായിരുന്നപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഓണായിരുന്നു. അതെല്ലാം പോയില്ലേ മനുവേട്ടാ? ഇപ്പോഴെന്താ കുഴപ്പം? മനുവേട്ടനുള്ളത് കൊണ്ട് കുഴപ്പമില്ല. അല്ലാതെ നോക്കിയാൽ എല്ലാ അർത്ഥത്തിലും ഒരു തകർച്ചയിലൂടെയാണ് അമ്മയുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ തകർച്ചയ്ക്ക് മൊത്തം കാരണം അയൽപ്പക്കത്ത് താമസിക്കുന്നവരാ അല്ലേ? എന്താ സംശയം? ദേ ഇപ്പോൾ ഡൽഹിക്ക് പോയിരിക്കുക ഒരുത്തി. അവിടെ വെച്ച് അവൾക്ക് അവാർഡും കിവാർഡും ഒക്കെ കിട്ടി. കുറേ നാളായിട്ട് അവൾക്ക് നല്ല കാലം മാത്രമാണ്. ഇനി അവൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ അയലത്തൊരു നല്ല ആഘോഷമുണ്ടാവും. അതൊക്കെയാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. നമ്മൾ ഈ അഴുക്ക് ചാല് ഉടൻ നീന്തി കിടക്കുമല്ലോ മോളൂ. ഈ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കല്യാണിയും ഇല്ല, അയൽപ്പക്കവും ഇല്ല. മനോഹർ മനസ്സിൽ ചിന്തിക്കുകയാണ്. പിന്നെ അതിന് ശേഷാടി നീ തെണ്ടാൻ പോകുന്നത്. ഞാൻ പല പെൺകുട്ടികളെയും വഞ്ചിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ വഞ്ചിച്ച പല പെൺകുട്ടികളിലും ഇത്രയും അസൂയയും കുശുമ്പും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് നിന്റെ തകർച്ച എനിക്ക് സന്തോഷാടി. എന്താ ആലോചിക്കുന്നേ എന്ന് പറഞ്ഞ് അവൻ്റെ തോളിൽ ചാരി കിടക്കുകയാണ് സരയു. അല്ല മോളോ, പിന്നെ എൻ്റെ ചിന്ത ശരിയാണോന്നറിയില്ല, എങ്കിലും പറയാം. ഞാനുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞതിന് ശേഷം സ്വർഗതുല്യമായൊരു ലൈഫ് കിട്ടിയെന്നാ എൻ്റെ വിശ്വാസം. അതിൽ സന്തോഷം കണ്ടെത്താതെ അയലത്തുകാരുടെ കഥ പറഞ്ഞ് ഇങ്ങനെ സ്വയം കൊച്ചാവുന്നത് എനിക്ക് വലിയ വിഷമമായിട്ടുണ്ട് കേട്ടോ. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ മനുവേട്ടാ. ഞാനും അമ്മയും പലപ്പോഴും പറയാറുണ്ടല്ലോ, ഇതുപോലൊരു ഭർത്താവിനെ, ഇതുപോലൊരു മരുമകനെ കിട്ടിയതാ നമ്മുടെ ഭാഗ്യം എന്ന്. അത് തന്നെ സത്യം. എല്ലാം നഷ്ടപ്പെട്ട സമയത്ത് ഒരത്താണിയായിട്ടാണ് മനുവേട്ടൻ വന്നത്. അങ്ങനെയാണെങ്കിൽ അയൽവക്കത്തുകാർക്കുണ്ടാകുന്ന നേട്ടങ്ങൾ തൽക്കാലം നമുക്കങ്ങ് മറക്കാം. എന്നിട്ട് നമ്മളെ കെട്ടിപ്പിടിച്ചു ചാരി കിടക്കുക. അപ്പോൾ പിന്നെ കാണിക്കുന്നത് കിരൺ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവന് ഫോൺ വരികയാണ്. അപ്പോൾ ഫോൺ എടുത്തിട്ട് പറയാണ്, എന്താ മോളെ, എങ്ങനെയാണ് ഉണ്ടായിരുന്നു ഇന്നത്തെ ഫംഗ്ഷൻ? സൂപ്പർ അല്ലായിരുന്നോ? നീ എന്നെ പ്രശസ്തനാക്കിയല്ലേ? കല്യാണി ചോദിക്കുകയാണ്. ഞാനോ? പിന്നെ നീ എന്ത് പറഞ്ഞാലും ഇപ്പം അതൊരു വാർത്തയല്ലേ പറഞ്ഞ് രണ്ടുപേരും ചിരിക്കുകയാണ്. എന്നിട്ട് പറയാണ് കിരൺ, ഇനിയിപ്പോൾ എനിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല വെയിറ്റ് ആയിരിക്കും. അപ്പോഴേ ഞാൻ നമ്മളെ ഹരിയേട്ടനും ആദർശനും നാനയ്ക്കും ഒക്കെ പാർട്ടി കൊടുക്കാൻ പോവാ. എൻ്റെ വിജയം ആഘോഷിക്കാൻ പോവാ. അത് ശരി, അത് ഞാൻ വന്നിട്ട് ആഘോഷിച്ചാൽ പോരെ? നീ വന്നിട്ട് വേറെ ആഘോഷങ്ങളുണ്ട്. ഇത്തവണത്തെ ഓണത്തിന് ഞാനവിടെ ഇല്ലല്ലോ കിരണേട്ടാ. അതിൽ ഞങ്ങൾക്കൊക്കെ വിഷമമുണ്ട്. എന്നാലും അന്നാണല്ലോ അവിടെ മത്സരം നടക്കാൻ പോകുന്നത്. അന്ന് നിൻ്റെ വിജയമാണ് ഞങ്ങൾക്കുള്ള ഓണസമ്മാനം. കല്യാണി പറയാ, ഞാൻ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. നീയേ വിജയിക്കത്തുള്ളൂ. ആ സമയത്ത് നിൻ്റെ കൈക്കൊരു ബാധ കയറും. ആ ബാധയിൽ വിരിയുന്ന പെയിൻറ്റിങ്ങുകളുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ആരും വരാൻ പോകുന്നില്ല. ശരി ശരി, കിരണേട്ടൻ്റെ നാവ് പൊന്നായിരിക്കട്ടെ. എന്നാൽ പോയിട്ട് അടിച്ച് പൊളിച്ചൊക്കെ വാ. മോളെ, നീ ആഹാരമൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? കൂടുതലും ഹോട്ടൽ ഭക്ഷണമായതുകൊണ്ട് എനിക്കത്ര പിടിക്കുന്നില്ല. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. രാവിലെ ഉറക്കം ഉണരുമ്പോൾ പലപ്പോഴും നീ അരികിലുണ്ടെന്ന് തോന്നാം മോളെ. കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. അവൻ ഏതു നേരവും മുത്തശ്ശിക്കൊപ്പായതുകൊണ്ട് അവനത് അഡ്ജസ്റ്റ് ചെയ്യും. അച്ഛനാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അല്ലേ? അതെ കിരണേട്ടാ, ഞാൻ പറഞ്ഞല്ലോ, ഇനി ഇതുപോലുള്ള യാത്രകൾക്ക് നമ്മൾ ഒരുമിച്ചായിരിക്കും പോവുക. ഒറ്റയ്ക്കുള്ള യാത്ര നിർത്തി. എന്നാൽ പിന്നെ അവിടെ എത്തിയതിന് ശേഷം എന്നെ വിളിക്ക്. നയനയോടും ആദർശേട്ടനോടും ഒക്കെ എനിക്ക് സംസാരിക്കണം. ശരി. ശരി. പിന്നെ കല്യാണി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ അതായത് കിരണം വണ്ടിയിൽ കടന്നിട്ട് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. നല്ല സന്തോഷം കൂടിയുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ നാളത്തെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.